വിശദമായ വാർത്തകളിലേക്ക്. എം ശിവശങ്കറിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണമെന്ന് കോടതി. വിദേശ കറൻസി കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന് അറിവുണ്ടായിട്ടും അധികൃതരെ അറിയിച്ചില്ല. ശക്തമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി. ശിവശങ്കറിന് ഡോളർ കടത്ത് കേസിൽ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി ജാമ്യം അനുവദിച്ചു. വിദേശ കറൻസി കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന് അറിവുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി നിരീക്ഷിച്ചു. ഉന്നത ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഇക്കാര്യം അധികൃതരെ അറിയിക്കേണ്ടതായിരുന്നു. ശിവശങ്കറിന് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിലുണ്ട്. നിർണായക സാക്ഷികളുടെ മൊഴിയെടുത്തു കഴിഞ്ഞു. അതിനാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് കരുതാനാകില്ല. കസ്റ്റംസും ശിവശങ്കറിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ കേസിൽ ശിവശങ്കറിന്റെ പരിമിതമായ പങ്കാളിത്തം പരിഗണിച്ച് ജാമ്യം നൽകുകയാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി 1 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം നൽകണം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും ഉത്തരവിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. 3 കേസിലും ജാമ്യം ലഭിച്ചെങ്കിലും ശിവശങ്കറിന് മുന്നിലുള്ള നിയമപരമായ വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല. കുറ്റങ്ങൾ വിശദീകരിച്ച് ശിവശങ്കറിന് കസ്റ്റംസിന് നോട്ടീസ് നൽകാം. ഡോളർ കേസിൽ ഇഡിക്ക് വേണമെങ്കിൽ ശിവശങ്കറിനെ ഇനിയും പ്രതിയാക്കാം. കസ്റ്റംസ് ഇനി ശിവശങ്കറിന് ഷോക്കോസ് നൽകും. ചെയ്ത കുറ്റങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഷോക്കോസ് നൽകുന്നത്. ഇതിനുള്ള മറുപടി 30 ദിവസത്തിനകം നൽകണം. എന്നാൽ അപേക്ഷ നൽകി ഇതിന്റെ സമയപരിധി 60 ദിവസം വരെ നീട്ടാം. അതിനുശേഷം വിളിച്ചുവരുത്തി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ശിവശങ്കറിന്റെ വാദം കേൾക്കും. തുടർന്ന് ആവശ്യമെങ്കിൽ കമ്മീഷണർക്ക് അഡ്ജുഡിക്കേഷൻ ഫൈൻ ചുമത്താം. അതിനുശേഷമാണ് പ്രോസിക്യൂഷൻ നടപടിക്കായി കോടതിയിൽ കുറ്റപത്രം നൽകുന്നത്. എൻഫോഴ്സ്മെന്റ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ കോടതി ഇനി വിചാരണ നടപടികൾ ആരംഭിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ NIAയും അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ശിവശങ്കറിനെ അവർ പ്രതിയായി ഉൾപ്പെടുത്തിയിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഡോളർ കേസിൽ വേണമെങ്കിൽ ശിവശങ്കറിനെ ഇനി പ്രതിയാക്കാം. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് 18 കൊച്ചി. ശിവശങ്കറിന് ജാമ്യം കിട്ടിയത് CPM BJP ഒത്തുകളിയുടെ ഫലമായാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസ് പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്രവുമായി നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പാണിത്. CPMഉം BJPയുമായിട്ടുള്ള കൂട്ടുകെട്ടാണിത്. ഇനിയും എല്ലാവർക്കും ജാമ്യം കിട്ടും. ഒരു കേസും തെളിയാൻ പോകുന്നില്ല. ഈ കേസ് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയാണ് ഇവിടെ വ്യക്തമാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചു. 9 പ്രവൃത്തികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. സങ്കേതത്തിന്റെ അതിർത്തിയിൽ നിന്നും 3.4 കിലോമീറ്റർ പ്രദേശമാണ് പരിസ്ഥിതി ദുർബല പ്രദേശത്തിന്റെ പരിധിയിൽ വരിക. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കി. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? അപർണ, അസാധാരണമായ ഗസറ്റിലൂടെയാണ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തുവിട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ള വിജ്ഞാപനത്തിൽ 9ഓളം പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടക്കമുള്ള വലിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്മേൽ 2 മാസത്തെ സാവകാശമാണ് നൽകുക. പൊതുജനങ്ങൾക്ക് അടക്കം ഈ വിഷയത്തിന്മേൽ അഭിപ്രായം പറയാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുക. പക്ഷേ നിലവിൽ ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ള മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കരടായി മാറുന്നുണ്ട്. ഇനി വിജ്ഞാപനത്തിന്മേലുള്ള പൊതുജനങ്ങളുടെയും മറ്റും അഭിപ്രായമാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അപർണ, KP അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അരൂരിൽ പെയിന്റ് ഫാക്ടറിക്ക് തീപിടിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങളുമായി ചേർന്നു. ശരണ്യ, എങ്ങനെയാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം? എത്ര രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് ആദ്യ കണക്കുകൾ വരുന്നത്?
അവർണ ഉച്ചയ്ക്ക് 1:30 അരൂരിലെ ഹൈടെക് എന്ന പെയിന്റ് നിർമ്മാണശാലയിൽ തീപിടുത്തമുണ്ടായത്. ജീവനക്കാർ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞ സമയത്ത് അപകടമുണ്ടായതുകൊണ്ട് തന്നെ വൻ ദുരന്തം ഒഴിവായി. ആളപായമുണ്ടായില്ല. 3 യൂണിറ്റുകൾ, അതായത് അരൂരിനും ചേർത്തലയിൽ നിന്നും 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഹൈടെക് എന്ന കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപർണ. റൈറ്റ്. അരൂരിൽ പെയിന്റ് ഫാക്ടറിക്ക് തീപിടിച്ചു. ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഒരുക്കം തകൃതി. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാനത്ത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകി. പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന നദ്ദ NDA യോഗത്തിൽ പങ്കെടുക്കും. JP നദ്ദയുടെ വാർത്താ സമ്മേളനമാണ് തത്സമയത്തിലേക്ക്. Good work done by the dynamic Prime Minister Shri Narendra Modi ji. The clean administration given by him, the effective administration given by him, has been widely appreciated by the people of Kerala. I find I have been here as in charge of Vidhan Sabha elections in 2016, and practically I visited every subdivision at that point of time. The warm welcome which I got today and the response which I could see and how people are responding, I find a sea change in the positivity towards the Bharatiya Janata Party, which we are going to try to see to it, galvanize it in terms of votes. And there is, I find that BJP is going to gain support from the people of Kerala as far as the ensuing Vidhan Sabha election is concerned. People are disgusted with the present government. It is a government full of corruption, rampant corruption. May it be gold smuggling case, the irregularities in the Life Mission, the Sprinkler data scam, the K-phone scam, the e-mobility scam, and KIIFBI has certainly embarrassed the people of Kerala. And so there is rampant corruption. In every project, the government of the day and the ministers have got only one agenda: how to fatten their purses. This is going on here, which I would like to share with you. Another thing which I would like to say is that in the gold scam, the involvement of the Chief Minister office has really embarrassed the self-respecting Malayalis, not only in Kerala but world over. It has given a very bad name, and Pinarayi has lost his credibility also. The investigation which is going on is going to throw further light, and many ministers are going to, it looks, many ministers are going to come to light in this. The same way, it is a disgrace to the constitutional post when Shri Ramakrishnan, the speaker, the speaker is involved in the gold scam case. We all know that it was initially Pinarayi himself who said that the central agencies should come and investigate, and when the heat of it reached the CMO office, he turned out against it. This is the situation which we have to understand, and we have to, and Bharatiya Janata Party has exposed it. We will see to it that in future also it is exposed to the maximum. People should come to know
that how these leaders have been behaving irresponsibly and giving a bad name to the state also, and to the Malayali culture, the pride of Malayalis is also jeopardized. I also find that LDF is systematically under the leadership of Pinarayi Vijayan, is attacking the constitutional bodies. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ വാർത്താ സമ്മേളനമാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, സ്പീക്കർ അടക്കമുള്ളവരെല്ലാം അതിന്റെ നിഴലിലാണ് എന്നുള്ള ആരോപണം ഉയർത്തിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഭരണം അടുത്തിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച പ്രകടനമാണ് നടത്തിയതെന്നും ജെ.പി. നദ്ദ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നു. തത്സമയ സംരക്ഷണമാണ് കണ്ടത്. NCP ഇടതുമുന്നണിയിൽ തുടരും. പാലാ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. ഇക്കാര്യം പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയെ കണ്ട് അറിയിക്കും. Sitaram Yechuri ji had also come to meet Shri Sharad Pawar ji on other issues, but since he was also present for some time, we also mentioned some of the issues of the LDF alliance, of which NCP has been a party for almost 40 years. And we just discussed in general the coming elections and how to take things forward. There has been some unsubstantiated reports. I don't know, some reports have been coming here and there in the media. I want to make it very clear that NCP, as I said, has been part of LDF in Kerala for almost 40 years. It is part of LDF in today, and it will be part of LDF tomorrow also. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ തത്സമയ സംരക്ഷണ വാർത്താ സമ്മേളനം തുടരുകയാണ്. I gave them maximum support also. I supported for that Nipah virus also, so I know the infrastructure and the Kerala's health capacity and how to respond. But I'm sorry to say that because of the ineffective political leadership today, half of the cases of COVID are from Kerala, and no strategy is being adopted till date. There is a whopping increase in 12%, which is worrisome, and one has to understand this. And no strategy is being adopted. I'm saying this with responsibility, but because the Nipah virus, when it broke out, I was in World Health Assembly at that point of time. And I responded from there only and saw to it that a special task team comes, the Government of India's team comes, we gauge ourselves, we do the best. And even after that, I came for the press conference here. And I said that whatever the support the state government needed, I gave it. But I'm sorry to say that today, because of the state's political leadership, the ineffectivity, the vision, lacking vision, COVID management, when in the country our the mortality rate is very low, the recovery rate is very good, the incident rate is within control. Half of the cases are from Kerala. That is what we have to understand. This is how it's working. I also, in this election also, we are going to make it very clear, and this people of Kerala also know, that UDF and LDF both are two sides of the same coin. Both are corrupt. Both have lost their credibility. There is no vision for the people of Kerala. It is the industrious people of Kerala who are running the show. In the sense, they are to be appreciated, but the leadership is not able to give the direction. Both are corrupt governments. Now you talk about Oommen Chandy, involved in solar case, involved in and even in the bar bribe case, and his very good friend Ramesh Chintala, he is also involved. So it is these both, LDF and UDF, both are two sides of the same coin.
And both are corrupt, both are visionless, both are only power seekers for the sake of power. And you see, now in this election, very interesting thing is going to happen. At one point of time, the election will take place in Kerala and in West Bengal. In Kerala, they will be fighting with each other, and in West Bengal, they will be going together as an ally partner. This is ideological bankruptcy. This is ideological bankruptcy. This only shows that they are power seekers. They have got nothing to do for the welfare of the people of the state and country. Now, if I talk about the IUML, IUML, Mr. Ibrahim Kunju and Mr. K.M. Shahi, both the heat is reaching them also as far as the Palar-Vittam bridge is concerned, construction of bridge is concerned. So, and you see, they in the government, they have lost the moral authority when they are in government, because each one is corrupt. So they cannot stop. What happened in UPA? They could not stop because each was involved in it. The same way here also, LDF also, UDF also, and UDF partners also. All this is going on here in a big way. Shouldn't say, but now Oman Chandi has been brought to the forefront. We all know about the sex scandal also. This, you see, that shows that Congress leadership even today has not learnt any lesson, and they are not serious about the people, about the Malayali culture, about the pride. They are only power seekers, how to come to power. I am sorry to say that Congress has backstabbed the Ayyappa devotees also. Till date, Rahul Gandhi has not spoken even one word on Sabrimala issue. I am told today that they are going to come with a resolution. On one hand, when the agitation was going on, not even a single case was registered, not even a single statement came. Height of hypocrisy. Surendran is sitting here, 256 cases he is facing today also. Hundreds of workers were arrested. We fought it. Congress did not speak even a word. So this is the situation. And now they talk about that they are going to bring an ordinance or a resolution and see to it. This is what I call a height of hypocrisy. Power seekers, no ideological commitment with the people, with the sentiments of the people, with the sentiments of the Kerala people. As far as Prime Minister Modi ji is concerned, I can quote many examples. Sabrimala issue, the stampede took place. At that time, the Prime Minister did not have the time to come and meet people. But I remember, it was in which place where the fire, Puttigal, some 300 people. I was here in Kerala itself. Prime Minister sent me. Within 3 hours, I was there on the spot. And within 3 hours, he came from Delhi. He deputed me for 1 week. He brought the All India Institute of Medical Sciences best team. They were there in Trivandrum Medical Hospital. I stayed here for 1 week and saw to it that best possible medical facilities are given. I'm saying all this because this shows the sensitivity of NDA government, sensitivity of our leader Narendra Modi ji. Two incidents took place, Sabrimala case and Puttangal fire broke out. Within 3 hours I was here. Within 3 hours Prime Minister Modi ji was here, and he deputed me for 1 week. Team of All India Institute of Medical Sciences came along with Prime Minister Modi, and we saw to it that best possible medical facility is given. This is how we look towards the people of Kerala and take care. As far as the financial part of support is concerned, the National Highway project, 65,000 crores have been given for National Highway projects. 1,957 crore for Kochi Metro development. 12,544 crore for local self-government.
1,738 for disaster management, 607 crores for health, and in this health, the increase is 137% as far as health infrastructure is concerned. The same way, 405 crores for judiciary, 181 crores for higher education, 1,086 crores for agriculture, and of course, a special assistance of 1,100 crores. So, Kerala is kept in the mainstream as far as the support from the Government of India is concerned. The Alappuzha bypass has been completed. The same way, the central government has allocated 19,891 crores to reduce the state's revenues deficit budget. So this is how we don't. It is collective federalism, cooperative federalism. We believe in that, and we are in government. We may not be in government, but the support to each government has been given, and here I am trying to put forward in terms of quantifying them how our Prime Minister has taken care of the people of Kerala. I am happy that in local elections we have come in full majority in Palakkad municipality and a dozen of other Gram Panchayats also. Slowly we are going forward, and in coming times in this Vidhan Sabha elections we will go for a big leap. That is how we are trying to strategize. We need your support also. I've talked in terms of the people of Kerala need an alternative, and Bharatiya Janata Party is working in that direction. Lot of support is there, I could see. We have to galvanize that support and bring it to the maximum. That is what I'd like to say. Thank you very much for giving me any questions I can take. Rahul Gandhi, in an indirect attack to Prime Minister Modi today, has in a tweet has said that why do so many dictators have names that begin with M? Why? Do so many dictators have the names that begin with M? Like he was indirectly referring to Prime Minister Narendra Modi. So how do you react to this? See, is it necessary to take Rahul seriously? His approach, whatever has been, in the Indian politics, everybody knows, need not to react. Nadaji, you said UDF, Congress and left are two sides of the same coin. But still, you may be having an enemy number one when it comes to Kerala. Sorry? You said Congress and left are two sides of the same coin. But who is an enemy number one? Both. Equally. Equally. Because I'll tell you, the moment BJP becomes stronger, it's a fixed match. Both come together to see that BJP is defeated. So for us, both are, I'll not use the word enemy, ideologically not aligned, ideologically different. Because in democracy, we may agree to differ. So that difference should be there. So enemy word I don't use, but yes, as far as the ideological part is concerned, I told you, their ideology, they don't have any ideology. Here in the same election, they are fighting against each other. There in West Bengal, they are fighting together. At the same time, same political parties are behaving two different ways. When BJP comes to power, both join hands. Then there is a fixed match to defeat BJP. So for us, ideologically, we understand that both of them are equally. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം LDF-നെയും UDF-നെയും ഒരുപോലെ വിമർശിക്കുകയായിരുന്നു ജെ പി നദ്ദ. ഒരു മൂന്നാം ബദലാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പാതയിലേക്കുള്ള പരിശ്രമത്തിലാണ് BJP എന്ന് പറഞ്ഞ ജെ പി നദ്ദ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിട്ടുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ വിഷയങ്ങളും എടുത്ത് പരാമർശിച്ചു കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, ഒപ്പം ഉമ്മൻചാണ്ടിക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ വരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്.
സ്വാശ്രയത്വമാണ് ഇന്ത്യക്കാരെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഇത്തരക്കാരെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ITCയുമായി ചേർന്ന് നെറ്റ്വർക്ക് 18 സ്വാഭിമാൻ ഭാരത് ക്യാമ്പയിനിലൂടെ. സർക്കാരിന്റെ സഹായമില്ലാതെ സ്വന്തം വഴികൾ കണ്ടെത്തിയവരാണ് ഇവർ. കാണാം ദേശീയ പുരസ്കാര ജേതാവായ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ ആബിദ് സുർത്തിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. Abid Surti is a national award winner for his series of short stories called Teesri Aankh. In 2007, he began fixing leaking water taps in his neighborhood in the Mira Road suburb of Mumbai. See, I never thought that I am doing something great. I just started it because I felt that this is to be done and the message is to be given to people that look, you do it. If you don't do it, tomorrow there won't be any water left for you to survive. I waited. They didn't do anything, so I said, let me do it, let me start it. Today, Surti's work is recognized and lauded across the world. His mission continues unabated even in a COVID-hit world. So when you do yourself, you feel so happy, you feel proud about it, which is what we call it Swabhiman. And if I can, anybody can. Abid Surti is saving every drop the Swabhiman way.